നമുക്ക് ഒരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും ഇനി എന്ത് സംഭവിക്കും എന്നറിയാനാണല്ലോ ദൈവജ്ഞൻ്റെ അടുത്ത് ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് വരുന്നത്. 12 രാശികൾ, അതുപോലെ തന്നെ സൂര്യൻ തുടങ്ങി ശനി വരെയുള്ള 7 ഗ്രഹങ്ങളും രാഹുവും കേതുവും ഗുളികനും, ഇത്രയും പേരാണ് നമ്മളുടെ മുൻപിൽ ഇരിക്കുന്നത്. എന്ത്? ചൊവ്വാദോഷം. ചൊവ്വാദോഷം എന്നുള്ള പേരിൽ ഒരുപാട് പേര് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ചൊവ്വാദോഷം ഉണ്ടോ? കേരളം വിട്ടാൽ ഇങ്ങനെ ദോഷങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ജാതകങ്ങൾ നോക്കാതെയും കല്യാണം നടക്കുന്നുണ്ട് അല്ലേ? പിന്നെ എവിടെയാണ് ഈ ചൊവ്വ? എന്താണ് ദോഷം എന്ന് പറയാമോ? ഇതിനെ ഇദ്ദേഹത്തെ, അതായത് നമ്മുടെ കുജനെ, ചൊവ്വയെ മാത്രമായിട്ട് ഇങ്ങനെ കുഴപ്പക്കാരനാക്കുന്നതിനോട് എനിക്ക് തീർത്തും വിരോധമാണ്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും ഇനി എന്ത് സംഭവിക്കും എന്നറിയാനാണല്ലോ ദൈവജ്ഞൻ്റെ അടുത്ത് ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രാശിചക്രം 12 രാശികൾ, മേഷാദി മീനാന്തമായിട്ടുള്ള 12 രാശികൾ, അതുപോലെ തന്നെ സൂര്യൻ തുടങ്ങി ശനി വരെയുള്ള 7 ഗ്രഹങ്ങളും രാഹുവും കേതുവും ഗുളികനും, ഇത്രയും പേരാണ് നമ്മളുടെ മുൻപിൽ ഇരിക്കുന്നത്. എന്ത്? നമുക്ക് ഈ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ വൃശ്ചകന്റെ വിവരങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഇത്രയും സാമഗ്രികളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഒരു ദൈവജ്ഞൻ ജ്യോത്സ്യൻ ഫലം പറയേണ്ടത്. സ്വാഭാവികമായിട്ടും എൻ്റെ മുന്നിൽ ഒരാൾ വന്നിരുന്ന്, വൃശ്ചികൻ വന്നിരുന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ മിണ്ടാതെ എൻ്റെ മുന്നിലുള്ള ഗ്രഹസ്ഥിതിയിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോകും, ഈ സ്ത്രീക്ക് ഭ്രാന്താന്നും പറഞ്ഞിട്ട്. കാരണം ഞാൻ ചോദിച്ചു, അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. അരമണിക്കൂർ ആ മുന്നിലിരിക്കുന്ന എൻ്റെ ജാതകം എന്നും പറഞ്ഞിട്ട് പുസ്തകത്തിലേക്ക് നോക്കിയിരുന്നു എന്ന് പറയും. അപ്പോൾ എന്താണ്, എനിക്ക് ഉറക്കെ ചിന്തിക്കണം. വന്നിരിക്കുന്ന വ്യക്തി കേൾക്കെ തന്നെ വേണം എൻ്റെ ചിന്തകൾ പ്രവർത്തിക്കാൻ. ഞാൻ പറയുന്നു, ഇത് മേഷലഗ്നമാണല്ലോ, 7ാം ഭാവം തുലാം രാശിയാണ്, 7ാം ഭാവത്തിൽ ആദിത്യം നിൽക്കുന്നുണ്ട്, വിവാഹ വിഷയമാണല്ലോ നിങ്ങൾ ചോദിക്കാൻ വന്നത് അല്ലേ, വിവാഹം ഇപ്പം അതിൻ്റെ സമയമാണോ എന്നറിയാനാണല്ലോ വന്നത്. ഇത് മുഴുവൻ എൻ്റെ അകത്ത് നടക്കേണ്ട ചിന്തകളാണ്. ഇത് ഈ വന്നിരിക്കുന്ന വ്യക്തിയെ കൂടി ഇതിനകത്തേക്ക് യോജിപ്പിച്ച് വേണം കൊണ്ടുപോകാനായിട്ട് അല്ലേ. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്, ഏത് മേഖലയിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ചിന്തകൾ ഞാൻ ഉറക്കെ ചിന്തിക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വന്ന് 7ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നുണ്ടല്ലോ, അത് ശരി, ഇത് ലഗ്നാധിപനാണെങ്കിലും ഇത് അഷ്ടമാധിപനാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വിവാഹത്തിന് തടസ്സം ഉണ്ടാകും അല്ലേ, വിവാഹാലോചനകൾ വന്നിട്ട് മുടങ്ങി പോകാനുള്ള സാധ്യതകളുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരും ഒരുപാട് കാലങ്ങളായിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഈ കുട്ടിയുടെ ജാതകം എഴുതിയ സമയത്തെ ജ്യോത്സ്യൻ സൂചിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ 7ൽ ചൊവ്വയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ 8ൽ ചൊവ്വയുണ്ട് കേട്ടോ എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഈ ചിന്ത അന്ന് തുടങ്ങി ഇവരെ ഭരിക്കുന്നുണ്ട്. എൻ്റെ മകളുടെ ജാതകത്തിൽ ഇങ്ങനെ ചൊവ്വ ഉണ്ടല്ലോ, ദോഷമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ എപ്പോഴും നമ്മളുടെ മുന്നിലിരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളെക്കാൾ ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന പല സെൻറ്റൻസുകളിൽ നിന്നും എനിക്കിഷ്ടമുള്ള വാക്ക് മാത്രമാണ് എനിക്ക് കേൾക്കാൻ പറ്റുക. ആ വ്യക്തി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ആശയത്തോടു കൂടിയല്ല ഞാൻ കേൾക്കുക. ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതിനോട് കണക്ട് ചെയ്തിട്ടാണ് മുന്നിലിരിക്കുന്ന വ്യക്തി പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്വാഭാവികമായിട്ടും ഞാനൊരു 10 സെൻറ്റൻസ് കൊണ്ടാണ് ഈ കുട്ടിയുടെ ജാതകം എന്തുകൊണ്ട് ഈ വിവാഹം നടക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ച് അവതരിപ്പിച്ചത് എന്ന് 10 സെൻറ്റൻസ് കൊണ്ട് ഞാൻ പറഞ്ഞു വന്നാലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചൊവ്വ മാത്രമാണ് അവർ കേൾക്കുക. അപ്പോൾ അവർ മനസ്സിലാക്കി ശരിയാണ്. അപ്പോൾ തിരിച്ച് അവരെന്നോട് പറയും, ശരിയാണ്, ജാതകം എഴുതിച്ചപ്പോഴേ ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു എൻ്റെ മോൾക്ക് ചൊവ്വാദോഷമുണ്ട് എന്ന്. ഞാൻ ദോഷമാണ് എന്നൊരു പദമേ അവിടെ പ്രയോഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർ കേട്ടു, അവർക്ക് മനസ്സിലായത് ഈ ചൊവ്വയാണ്. ചൊവ്വ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ ചിന്തയായിരുന്നു. എന്തുകൊണ്ട് ഈ കുട്ടിക്ക് വിവാഹ തടസ്സം വരുന്നു എന്നുള്ള എൻ്റെ ചിന്തയാണ്. കാരണം ഈ കുട്ടിക്ക് വിവാഹ തടസ്സമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമായിക്കോട്ടെ, ആ കാര്യത്തിന് ഇവർക്കൊരു വിഘ്നം സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഈ ഗ്രഹനില നോക്കിയേ പറ്റുള്ളൂ. ഗ്രഹങ്ങളൊക്കെ ശുഭഗ്രഹങ്ങളാണോ പാപഗ്രഹങ്ങളാണോ, അനുകൂലമായിട്ടുള്ള ഭാവാധിപനാണോ, അഷ്ടമാധിപനാണോ, 12ാം ഭാവാധിപനാണോ, ഏതിൻ്റെ ദശയാണ്, ഏതിൻ്റെ അപഹാരമാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ആകത്തുകയാണ് ഈ ജാതക ഫലം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഉറക്കെ പറയുമ്പോഴാണ് അവർ കേൾക്കുന്നത്.
അപ്പൊ നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാല് ഇന്ന രോഗമാണ്, ഇന്ന മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇന്ന രോഗമാണ് എന്നുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇന്ന മരുന്നാണ് കഴിക്കേണ്ടത്. ചിലപ്പോൾ ഈ മരുന്നിന്റെ പേര് പോലും നമുക്ക് അറിയണമെന്നില്ല. ഇതിന്റെ കാര്യകാരണങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറെ ഡോക്ടേഴ്സ് കുറെ മെഡിക്കൽ ഫീൽഡിൽ അവർ ഉപയോഗിക്കുന്ന പദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് വളരെ പരിചയമുള്ള ചില വേർഡുകൾ മാത്രം നമ്മൾ അതിൽ നിന്ന് ഇങ്ങെടുക്കും. എന്നിട്ട് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നിന്നും പരിണമിച്ച് വന്ന എന്തോ ഒരു രോഗമാണ് എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പൊ വന്നവരോട്, നമ്മുടെ മുന്നിൽ അറിയാൻ വേണ്ടി വന്നവരോട് നിങ്ങൾക്ക് ചൊവ്വാദോഷമാണ് കേട്ടോ എന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല. കാരണം ഇവർക്ക് കാര്യവിഘ്നം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. വിവാഹമായാലും ജോലിയായാലും വിദേശയാത്രയായാലും മറ്റേതൊരു ഭൂമി വാങ്ങിക്കാനായാലും വീട് വെക്കാനായാലും നിങ്ങൾക്ക് തടസ്സമുണ്ടോ ഇല്ലയോ, അത് ഭംഗിയായിട്ട് നടക്കുമോ എന്ന് എനിക്ക് ഈ സംഗതിയെ കണ്ടെത്തുവാനുള്ള എൻ്റെ ഉപകരണം മാത്രമാണ് ഈ കുജനും ഈ രാശിയും ഈ അഷ്ടമാധിപനും ഈ ദ്വാദശാധിപനും ഒക്കെ. അപ്പോൾ ഇത് ചൊവ്വയായിരിക്കാം. ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ചൊവ്വാദോഷം എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റ് മാത്രമേ സമൂഹത്തിന് അറിയുള്ളൂ. മറ്റൊരു സംഗതി ഞാൻ പറയാം. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ട് ഇപ്പോൾ വൃഷഭ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവം വൃശ്ചിക രാശിയാണ് 7ാം ഭാവം. 7ാം ഭാവാധിപൻ തന്നെയുള്ള കുജൻ അവിടെ നിൽക്കുമ്പോൾ 12ാം ഭാവാധിപൻ കൂടിയാണെങ്കിൽ പോലും അവർക്ക് അതിനു മുന്നേ ആലോചനകൾ വന്ന് പോവും. ഇവർക്ക് കിട്ടുന്നത് ഏറ്റവും ഇപ്പം പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇപ്പൊ വൃഷഭ രാശി ആയതുകൊണ്ട് സ്ത്രീയാണെന്ന് സങ്കല്പിക്കാം. സ്ത്രീ രാശിയാണ്. സ്ത്രീ രാശിയിലുള്ള ഒരു പെൺകുട്ടിക്കാണ് 7 ചൊവ്വ വൃശ്ചിക രാശിയിൽ നിൽക്കുന്നത് എങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഭർത്താവ് വളരെ യൗവനയുക്തനും ഇവരെക്കാൾ പ്രായക്കുറവ് തോന്നുന്നതും വളരെ ചടുല എനർജറ്റിക് ആയിട്ടുള്ള ആളും വളരെ ഉത്സാഹിയും ഒക്കെ ആയിട്ടുള്ള ആളായിരിക്കും. അങ്ങനെയുള്ള ഭർത്താവാണ് ഇവർക്ക് കിട്ടുക. എത്ര ഗുണപ്രദമായിട്ടുള്ള സംഗതിയാണത്. ഈ ഗുണത്തെ ആരും സൂചിപ്പിക്കുന്നില്ല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അല്ല, ഇതിനകത്ത് ഒരു കമേഴ്ഷ്യൽ ബെനിഫിറ്റിനകത്ത് വരുന്നത് ഫിയർ ഫാക്ടേഴ്സ് ആണല്ലോ. ചൊവ്വാദോഷത്തിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് പേടിപ്പെടുത്തലാണ് വരുന്നത്. ഇത് ദൈവജ്ഞൻ അല്ലെങ്കിൽ ഞാൻ ഈ സംഗതി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനാണത് മനസ്സിലാക്കേണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് ഇവർക്ക് ഈ തടസ്സം? വിവാഹം തന്നെ ചൊവ്വാദോഷം എന്നുള്ളത് വിവാഹ കമ്പോളത്തിലാണ് ചെലവാകുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് വിവാഹം നടക്കാതിരിക്കാൻ കാരണം ഈ ചൊവ്വയാണ് എന്നുള്ളത് ഞാനാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ജ്യോത്സ്യനാണ് മനസ്സിലാക്കേണ്ടത് എന്ത് കാരണം കൊണ്ട് ചൊവ്വയെ കൊണ്ടാണ്, 7ൽ നിൽക്കുന്ന ചൊവ്വയാണ് അല്ലെങ്കിൽ 8ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടാണ് ഈ കുട്ടിയുടെ വിവാഹത്തിന് വിഘ്നം സംഭവിക്കുന്നത്. അപ്പോ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്തായിരിക്കാം? പൂർവ്വജന്മത്തിൽ ഇവർ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പാകപ്പിഴകൾ കൊണ്ടുവോ, അതല്ലെങ്കിൽ ഇവരുടെ സൗഹൃദത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഏറ്റക്കുറച്ചിലുകൾ കാരണമാണോ, അതല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ഇവരുടെ പരമ്പരാഗതമായിട്ടുണ്ടായിട്ടുള്ള കാരണം കൊണ്ടാണോ? ഇതൊക്കെ ദൈവജ്ഞനാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ പ്രതിവിധിയാണ് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. തടസ്സങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഇതിന് പ്രത്യേകിച്ച് നിങ്ങളൊന്നും പ്രതിവിധിയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഈ തടസ്സങ്ങൾ നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണ് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആ വീഴ്ചയ്ക്കുള്ള പരിഹാരമാണ് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ഈശ്വരാരാധന കൊണ്ട് മാറിയെന്ന് വരും, ചിലപ്പോൾ ഒരു പ്രായശ്ചിത്തം അത്തരത്തിൽ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ധാരാളം കേസുകൾ, ചില കേസുകൾ പരിഹാരത്തിലേക്ക് വരുന്നത് നിൽക്കട്ടെ. പരിഹാരത്തിന് മുൻപ് ഇപ്പൊ ഈ ടീച്ചർ പറയുന്നതനുസരിച്ചിട്ട് ജ്യോതിഷന്മാരല്ലേ ഇതിന് കാരണം? ജ്യോതിഷന്മാരും ഒരു കാരണമാണ്, പക്ഷേ പൂർണ്ണമായിട്ടും അതിനങ്ങനെ പറഞ്ഞുകൂടാ. അല്ല, അത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ജ്യോതിഷന്മാരുടെ അടുത്ത് ഇടപഴകുന്ന ഒരാളാണ്. വളരെ നല്ല ക്വാളിഫൈഡ് ജ്യോതിഷന്മാരുമായിട്ട് ഞാൻ നല്ല ബന്ധമുണ്ട്. പല ഇന്റർവ്യൂസും ഞാൻ പല എപ്പിസോഡ് പല മീഡിയാസിനകത്ത് എടുത്തിട്ടുണ്ട്. ഈ ചൊവ്വാദോഷം വീണ്ടും നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, കേരളത്തിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ല. അവരുടെ അമ്മമാരുടെ വിഷമം വളരെ വലുതാണ്. അതായത് കുട്ടിയുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞ് ആധികാരികമായി സംസാരിക്കുമ്പോൾ കേരളം വിട്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ ഈ പറയുന്ന ജാതകം നോക്കുന്ന സമയത്ത് ഇവിടെ രാശിപ്പൊരുത്തം, രാശാധിപൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, യോനിപ്പൊരുത്തം, ഇത്രയും പൊരുത്തം ഉണ്ടെങ്കിലും ചൊവ്വയുണ്ട്.
അപ്പൊ അവിടെ പേടിച്ചു. രണ്ട്, വേറെ ജാതകങ്ങൾ കിട്ടുന്നില്ല. പക്ഷെ ഇതൊക്കെ വിട്ട് ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി കേരളത്തിന് പുറമെ ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രപ്പോസൽ നോക്കുന്ന സമയത്ത് ഇതൊന്നും നോക്കുന്നില്ല, ഇന്നും ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്നു. അപ്പൊ ഇതിന് എന്താണ് ഒരു പരിഹാരം? എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് ഭാരതത്തിൽ മുഴുവനുമായിട്ടും വിശേഷിച്ചും കേരളത്തിൽ കുടുംബ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പാരമ്പര്യത്തിന്, കുടുംബം, പാരമ്പര്യം, ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അപരിചിതമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഇവര് ഭംഗിയായിട്ട് ജീവിക്കണം, സന്തോഷകരമായിട്ട് അങ്ങോളം ജീവിക്കണം. 10 കൊല്ലം ജീവിച്ചാൽ പോരാ. വിവാഹം നടക്കണ സമയത്ത് 10 വർഷം എന്ന് പറയുന്നതും 20 വർഷം എന്ന് പറയുന്നതും ഒരു 20 വയസ്സോ 23 വയസ്സോ ഉള്ള ആളെ സംബന്ധിച്ച് ഒരു ദീർഘമായിട്ടുള്ള കാലയളവാണ്. അതേ സമയത്ത് പരസ്പരം എന്നും അടികൂടി ജീവിക്കണവർക്കും അത് വലിയ കാലയളവാണ്. വളരെ സന്തോഷകരമായിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തെ എടുത്ത് നോക്കൂ. അവർ 25 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. അവർക്ക് തന്നെ അത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നും. അപ്പോൾ അത്തരം ജീവിതത്തിൽ 20 വർഷം എന്നോ 30 വർഷം എന്നോ പറയുന്നതൊക്കെ വളരെ ചെറിയൊരു കാലയളവാണ്. 10 വർഷം കഴിയുമ്പോൾ ഇവരിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുമോ? 20 വർഷം കഴിയുമ്പോൾ ഇവർ നന്നായിട്ട് തന്നെ ജീവിക്കുമോ? ഇവർക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകുമോ? ഇതൊക്കെയാണ് മാതാപിതാക്കൾ നോക്കിക്കുന്നത്. കാരണം കുടുംബ ബന്ധത്തിനും പാരമ്പര്യത്തിനും മുത്തച്ഛന്റെ ക്യാരക്ടർ ഈ കുട്ടിക്ക് വരണം എന്നുണ്ടാവും. മുത്തച്ഛൻ ചിലപ്പോൾ ഒരു പേരെടുത്ത ആളൊന്നായിരിക്കില്ല, അയാളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടുണ്ടാവും. എപ്പോഴും മക്കൾക്കായിരിക്കില്ല ആ കഴിവുകളും ഈ പ്രത്യേകതകളും കിട്ടുക, അടുത്ത പരമ്പരയിലേക്കാണ് കൈമാറുക. അപ്പൊ ഇതെല്ലാം കൈമാറി വരണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കുക? വേറൊരു മെഡിക്കൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇത് കണ്ടെത്താൻ സാധിക്കില്ല അല്ലെ? മറ്റെന്തെങ്കിലും എനിക്ക് കോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടെത്താൻ സാധിക്കുമോ? ഇല്ല. നമ്മളുടെ മുൻപിൽ ഭരതീയമായിട്ടുള്ള സിസ്റ്റം തന്നെ ഉണ്ട്. ഈ ജാതകം പരിശോധിക്കുക എന്നുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ആശ്രയിക്കുന്നു. 100% ഇതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ വന്നു, ഇയാൾക്ക് 80 വയസ്സ് ആയുസുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയാം, എനിക്ക് നിങ്ങളുടെ ജ്യോതിഷമൊന്നും വിശ്വാസമില്ല, ഞാൻ കെട്ടിത്തൂങ്ങാൻ പോവാണ്, ചാവോ ഇല്ലയോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അയാളുടെ കയ്യിലിരിപ്പ് എന്ന് പറയാൻ അത്രേ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ സാമാന്യമായിട്ട് എപ്പോഴും ഞാൻ പറയും, ഈശ്വരാധീനത്തോടു കൂടി ജീവിക്കാൻ നന്നായിട്ട് പ്രയത്നിക്കണം. അതിനിപ്പോ നാമം ചൊല്ലലോ ക്ഷേത്ര ദർശനമോ മാത്രമൊന്നുമല്ല, മനസ്സും വാക്കും പ്രവൃത്തിയും സതുദ്ദേശത്തോടു കൂടിയാക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. വേറെ ഒരു പുണ്യവും ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇത്രയും ചെയ്യുക. മനസ്സും വാക്കും പ്രവൃത്തിയും സതുദ്ദേശത്തിൽ തന്നെ ആക്കുക, എന്നാൽ തന്നെ ആയി. അപ്പോ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിവാഹം എങ്ങനെയാണ്, ഏത് ജാതകത്തെ ഇതിനോട് ചേർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് കുടുംബജീവിതം മുന്നോട്ട് സന്തോഷകരമായിട്ട് ആഹ്ലാദകരമായിട്ട് നല്ല സന്താനങ്ങളോടുകൂടി അച്ഛനമ്മമാരോടുള്ള ഒരു ബഹുമാനത്തോടു കൂടി ഗുരുത്വത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്ക് ജാതകം നോക്കിയാൽ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് കേരളത്തിലുള്ളവർ കൂടുതലും ഈ ജാതകം നോക്കി വിവാഹം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ടെസ്റ്റിംഗ് സിസ്റ്റം ഇല്ല. നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊന്നും ഉണ്ട് താനും. പിന്നെ എല്ലാ ഫീൽഡിലും, ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലായാലും നമ്മളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഉടനെ സർജറി വേണം എന്ന് പറഞ്ഞു. ഇതിപ്പം ഞാൻ ഒരു കേസ് വന്നിരുന്നു, ഉടനെ സർജറി വേണം എന്നാണ് പറഞ്ഞ ടീച്ചർ, എന്ത് ചെയ്യും ചോദിച്ചു. അവർ ഹോസ്പിറ്റലിൽ നിൽക്കുക. അവന് ഉടനെ നിങ്ങൾ ജാതകം ഇങ്ങോട്ട് അയച്ചു തരൂ. പിന്നെ പെട്ടെന്ന് എനിക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഒപ്പം നിൽക്കുന്ന ഉറപ്പുള്ള ഭഗവാൻ പൂർണ്ണത്രയേശൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, പൂർണ്ണത്രയേശനോട് പ്രാർത്ഥിക്കൂ, എന്നിട്ട് ജാതകം ഇങ്ങോട്ട് അയച്ചു തരൂ എന്ന് പറഞ്ഞു. ജാതകം നോക്കി, അത്രയധികം കുഴപ്പമുള്ള സമയമല്ല, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഡോക്ടറോട് പറയും, ഉടൻ സർജറി എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്ക് നീട്ടി വെക്കാൻ ഡോക്ടറോട് ചോദിച്ചു നോക്കൂ. കാരണം സർജറി വേണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമുക്കൊന്ന് അവരെ നിവർത്തിയില്ല തൽക്കാലം. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചു, ശരി നിങ്ങൾ 2 ആഴ്ച റെസ്റ്റ് എടുത്തിട്ട് വരൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വിട്ടു. ഈ റിസൾട്ടും കൊണ്ട് മറ്റൊരിടത്ത് അവർക്ക് കുറച്ചും കൂടി ഇത് പെട്ടെന്ന് കൊണ്ടുപോകേണ്ടി വന്നതാണ്. മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി ഡോക്ടറുടെ കൺസൾട്ടേഷൻ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ മരുന്ന് കൊണ്ട് മാറ്റാറുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇത്തരത്തിലുള്ള നന്മയുള്ളവരും നന്മ കൂടുതലുള്ളവരും നന്മ കുറവുള്ളവരും. നന്മ കൂടുതലുള്ള
ദൈവജ്ഞന്റെ അടുത്ത്, ജ്യോത്സ്യന്റെ അടുത്ത്, അങ്ങനെ തന്നെ പറയണം, നന്മ കൂടുതലുള്ള, സേവന മനസ്ഥിതി കൂടുതലുള്ള, അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്കെങ്കിലും, എല്ലാവർക്കും നന്മ എന്നൊന്നും ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്കെങ്കിലും അവർക്ക് സമാധാനപരമായിട്ട് അവർ എൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവജ്ഞന്റെ അടുത്ത് എത്താനുള്ള ഈശ്വരാധീനം ഇവർക്ക് ഉണ്ടാവട്ടെ. അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പറ്റും. അത് ഇപ്പൊ വലിയ പേരും പ്രസിദ്ധിയുമുള്ളതോ, വലിയ 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 ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചതോ, വലിയ അമ്പലം മാതൃക കെട്ടിവെച്ചതോ ഒന്നും ആകണമെന്നില്ല. ഇദ്ദേഹം വളരെ ഭംഗിയായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങൾക്ക് നല്ലതിനു വേണ്ടി മാത്രമേ നിർദ്ദേശിക്കുള്ളൂ എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ഇത്രയധികം ടെസ്റ്റിംഗ് ഒന്നും വേണ്ട. അയാളോടൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ കുറേയൊക്കെ അയാളുടെ നന്മ മനസ്സിലാക്കാനുള്ള കഴിവ് വ്യക്തികൾക്ക് ഉണ്ടാകണം താനും. അല്ലാത്തവർ എപ്പോഴും പറ്റിക്കപ്പെടാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ അവരെ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, ആ നന്മയെ തിരിച്ചറിയാനുള്ള ഒരു സെൻസ് അല്ലേ, അത് ഒരു വിവേകം നമ്മൾക്കും ഉണ്ടാകണം. അങ്ങനെയുള്ള ദൈവജ്ഞനെ തെരഞ്ഞെടുത്ത് അവരുടെ അടുത്ത് ചെല്ലാനായിട്ടുള്ള ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുക. അതൊരു ഭാഗ്യമാണ്. ഒരു നല്ലൊരു ജ്യോതിഷനെ കണ്ടെത്തി അദ്ദേഹം അവിടെ എത്തുക എന്ന് പറയുന്നത് ആ ജന്മത്തിലെ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോ ഭാഗ്യമില്ലാന്നുണ്ടെങ്കിൽ, ഭാഗ്യമില്ലെങ്കിൽ എല്ലായിടത്തും പെട്ടുപോകും. ഈ പറഞ്ഞ അഡ്വക്കേറ്റിന്റെ അടുത്തായാലും പെട്ടുപോകും. വേണ്ട, ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമില്ലെങ്കിൽ ഒരു 1/2 മിനിറ്റ് നേരത്തെ ആ ബസ് അങ്ങ് പോയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാ മേഖലയിലും സംഭവിക്കാം. അതിപ്പോ ജ്യോത്സ്യന്മാരുടെ ഇടയിലൊന്നുമല്ല, എല്ലാ മേഖലയിലും. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാൻ ടീച്ചർ, അതായത് ഇപ്പൊ ഈ ചൊവ്വാദോഷത്തിന്റെ കേസ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടി. ചൊവ്വാദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാറ്റാൻ സാധാരണപ്പെട്ട അമ്മമാർക്ക് എന്താ ഒരു സൊല്യൂഷൻ ഉള്ളത്? ആദ്യം എൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ ഞാൻ പറയാറ്, ഇത്തരത്തിലുള്ള ചൊവ്വ മാത്രമല്ല കേട്ടോ, സൂര്യനെ കൊണ്ടും, അതായത് പാപഗ്രഹങ്ങളെ കൊണ്ടെല്ലാം ഇതേ ഫലമാണ്. ചൊവ്വ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് സൂര്യനെ കൊണ്ട് നമുക്ക് പറയേണ്ടി വരാറുണ്ട്. ചൊവ്വ നിന്നാൽ ഉണ്ടാകുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് സൂര്യനെ കൊണ്ടോ ശനിയെ കൊണ്ടോ കേതുവിനെ കൊണ്ടോ ഒക്കെ പറയേണ്ടി വരാറുണ്ട്. ഇതൊന്നും പക്ഷെ ആളുകൾക്ക് അറിയില്ല എന്നേയുള്ളൂ. അപ്പോ ഈ പാരന്റ്സിനോട് ഞാൻ പറയാറ്, ഈ കുട്ടിയുടെ അവർ ചോദിക്കാറുണ്ട്, ശുദ്ധജാതകമാണോ പാപജാതകമാണോ, ചൊവ്വാദോഷമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറ്. അപ്പൊ ഞാൻ പറയും, ഇത് ശുദ്ധമാണോ പാപമാണോ എന്നറിഞ്ഞിട്ടോ, ഇതിൽ ചൊവ്വാദോഷം ഉണ്ടോന്നോ, ഇതിൽ ഏതിൽ പാപനുണ്ടോന്നോ, 8 ആദിത്യനുണ്ടോ എന്നോ, ഇതൊന്നും അറിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്കിത് അറിഞ്ഞുകൂടാ. ഇത് അപ്പോൾ അല്ല ഞങ്ങൾക്ക് മാട്രിമോണിയൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സൈറ്റിൽ കൊടുക്കണം. ഞാൻ പറയും, ഒന്നും കൊടുക്കണ്ട. ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും ജനന സ്ഥലവുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ പെൺകുട്ടികളുടെ ആണെങ്കിൽ അപ്പോൾ പയ്യന്മാരുടെ അപ്പോൾ ഞങ്ങൾ എങ്ങനെ അവരുടെ ചൊവ്വാദോഷം ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ചൊവ്വാദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാക്കി സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ബന്ധമാണ് എങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നോളൂ, ഞാൻ നോക്കി പറയാം ഇത് ചേരുമോ ഇല്ലയോ. നമ്മളായിട്ട് ആദ്യമേ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. എൻ്റെ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് പബ്ലിസിറ്റി കൊടുക്കാണ്ടിരിക്കുക. ചിലപ്പോ ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് തന്നെ ഭാഗ്യാധിപനായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ലഗ്നാധിപനായിട്ട് നിന്നാൽ, 7ാം ഭാവാധിപനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭർത്താവിനെ കൊണ്ടുവന്ന് തരുന്ന യോഗത്തെ നമ്മളായിട്ട് തട്ടിത്തെറിപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിനൊരു അവസരം ഉണ്ടായിക്കൂടാ. മാത്രമല്ല പെൺകുട്ടിയുടെ ജാതകം ഉണ്ട്, നമ്മൾ ഉണ്ടാക്കി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്നുള്ളത്. പയ്യൻ്റെ ജാതകം പോലും അവരുണ്ടാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ചോദിച്ചതിന്റെ പേരിൽ അവർ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ എവിടെ നിന്ന് പെട്ടെന്നൊന്നും തട്ടിക്കൂട്ടി ഉണ്ടാക്കി തരുന്നതാണ്. അവന് ചൊവ്വാദോഷം ഉണ്ടോ ഇല്ലയോ, ആദിത്യനുണ്ടോ ശനിയുണ്ടോ കേതുണ്ടോ ഒന്നും അവരാലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അവരാദ്യമേ അതിനെ അങ്ങ് ഒഴിവാക്കി അടുത്തത് എടുക്കാം. ഇത് തന്നെ വേണമെന്നില്ല. അപ്പൊ നമ്മള് പബ്ലിസിറ്റി കൊടുക്കാണ്ടിരിക്കുക. നമ്മുടെ കുട്ടിക്ക് ചൊവ്വയുണ്ടോ ബുധനുണ്ടോ വ്യാഴമുണ്ടോ എന്നൊന്നും മറ്റൊരാളെ അറിയിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അച്ഛനമ്മമാര് സ്വന്തം കുട്ടിക്ക് ഒരു ദോഷം വരാനായിട്ട് ആഗ്രഹിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ ജാതകവും കൊണ്ടുവന്നോളൂ, പയ്യന്മാരുടെ ജാതകം, അത് 4 ജാതകം ഒരുമിച്ചുണ്ട്, കൊണ്ടുവന്നോളൂ എന്ന് ഞാൻ റെഡിയാണ്, നോക്കിത്തരാം. കാരണം ഇത് നിങ്ങളെ കുറെ കാലമായിട്ട് ഞാൻ കാണുന്നതായിരിക്കാം, ഇനി ഒരുപാട് കാലത്തേക്ക് ഞാൻ കാണുന്നത്. നിങ്ങളുടെ കുടുംബത്തിലൊരു ദോഷം വരണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു വ്യക്തിത്വം
എന്താണെന്ന് വെച്ചാൽ എന്നെ കാണുന്നവർ, എൻ്റെ ഒപ്പമുള്ളവർക്ക് അവർക്ക് നല്ലത് മാത്രം വരണമേ എന്നാണ്. ഇപ്പൊ ഒരു ദോഷം ഞാൻ പറഞ്ഞിട്ട് ആ ദോഷം അവർക്ക് വരണം എന്നല്ല, ദൈവമേ അവർക്ക് ആ ദോഷം വരാതിരിക്കണേ എന്നാണ്. ടീച്ചർ പറഞ്ഞു അങ്ങനെ വന്നു എന്നല്ല പറയുന്നത്, നല്ലത് ഞാൻ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞ ആ നന്മ വന്നു എന്ന് പറയുന്നത് കേൾക്കാനാണ് നമുക്ക് ആഗ്രഹം. അതുകൊണ്ട് ചൊവ്വാദോഷമുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ട് കേട്ടോ എന്ന് നാട്ടുകാരോട് പറയാതിരിക്കുക ഏറ്റവും എളുപ്പ വഴി അതാണ്. ചേരുന്ന ജാതകം വരട്ടെ, നമുക്ക് ചേർച്ചയുള്ള ജാതകം നോക്കിയിട്ട് ബാക്കി സാഹചര്യങ്ങളെല്ലാം അനുകൂലമാവുമ്പോൾ നമുക്ക് വിവാഹം നടത്തി കൊടുക്കാം. കുറേ തടസ്സങ്ങൾ ഒഴിവായി കിട്ടും. ഇതിനകത്ത് സന്തോഷം, അതായത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ വലുതാണ്. പേടിപ്പെടുത്തലുകൾ മാറ്റിക്കൊണ്ട് വളരെ പ്രതീക്ഷകൾ കൊടുത്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് എന്താ പറയുക കല്യാണം കഴിയാത്ത കുട്ടികളുണ്ട് ഇവിടെ. ഒരു പൃച്ഛകന് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു വിശ്വാസിയുടെ അടുത്ത് എത്താൻ കഴിയുന്നുണ്ട്, നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്ത് എത്താൻ കഴിയുന്നുണ്ട്. ഈ ജ്യോതിഷത്തിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുപരി സാധാരണ ഒരു ജാതകൻ എന്തെങ്കിലും ഒരു മന്ത്രം ഉപാസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൂടുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കവചം വരുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. ഈ ചൊവ്വാദോഷമുള്ളവർ ഈ ചന്ദ്രനെ ഉപാസിക്കാൻ വേണ്ടി എന്തെങ്കിലും മന്ത്രങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടോ? ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. സാധാരണ ചൊവ്വാദോഷമുള്ളവര് ചന്ദ്രനെ ഉപാസിക്കാൻ. അതെ 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 ചന്ദ്രനെ ഉപാസിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കാഠിന്യങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതായത് ചൊവ്വ ഭദ്രകാളിയെ സൂചിപ്പിക്കുന്നുണ്ട്, സുബ്രഹ്മണ്യനെയും സൂചിപ്പിക്കുന്നുണ്ട്. ചന്ദ്രനെ കൊണ്ട് നമ്മൾ ഭഗവതി, ശിവനെയും ഭഗവതിയെയും ഒക്കെയാണ് ദേവതമാരായിട്ട് പറയുന്നത്. അപ്പോ ചൊവ്വാദോഷമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ഈ ഈശ്വരാരാധനയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണെന്ന്, രാശി എവിടെയാണെന്നും കൂടി നോക്കണം. അതിന്റെ സൗമ്യഭാവം ചിലപ്പം ബാലഭദ്രയെ ആയിരിക്കും ഉപാസിക്കേണ്ടത്, ചിലപ്പം ഭദ്രകാളിയെ തന്നെ ആയിരിക്കും ഉപാസിക്കേണ്ടത്, ചിലപ്പം ഭഗവതിയെ ആയിരിക്കും ഉപാസിക്കേണ്ടത്. എപ്പോഴും വിവാഹ വിഷയത്തിൽ വരുമ്പോൾ ഒന്ന് ഭദ്രകാളിയെ ഉപാസിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നെ ശിവപാർവതിമാരെ ഒരുമിച്ച് ഉപാസിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു വിവാഹ വിഘ്നങ്ങൾ മാറാനായിട്ട്, അതുപോലെ ദമ്പതിമാർ തമ്മിൽ എപ്പോഴും ഐക്യത്തിൽ പോകാനായിട്ടൊക്കെ ഓം നമ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വപുർധരാഭ്യാം നഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമ ശങ്കര പാർവതീഭ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുമില്ലാതെ ശിവപാർവതി അർദ്ധനാരീശ്വര സങ്കല്പം. എപ്പോഴും ഏത് മന്ത്രവും നമ്മൾ ഉപാസിക്കുമ്പോൾ ആദ്യം ആ മന്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതയെ നമ്മളുടെ ഉള്ളിൽ, നമ്മൾ പുറത്ത് നമ്മളുടെ മുന്നിൽ വന്ന് ആ ദേവത മുന്നിൽ എങ്ങനെ വന്ന് നിൽക്കുമോ അതേപോലെ നമ്മളുടെ ഉള്ളിൽ കാണാൻ സാധിക്കണം. അതിനുവേണ്ടി ഒരു 15 ഇപ്പോൾ ഒരു 2 സെക്കൻഡ് ദൈർഘ്യമുള്ള മന്ത്രമാണെങ്കിൽ പോലും ഈ രൂപത്തെ മനസ്സിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് 20-30 മിനിറ്റ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഈ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ശിരസ് മാത്രമായിരിക്കും കാണാൻ പറ്റുക, ചിലപ്പോൾ കാല് മാത്രമായിരിക്കും കാണാൻ പറ്റുക. ഇതിനെ മുഴുവനായിട്ടും കാണാൻ എത്ര സമയം എടുക്കുന്നോ അത്രയും നേരം നിങ്ങൾ ജപിക്കും. ഇതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. ആ അർദ്ധനാരീശ്വര സങ്കല്പം, കാരണം ആ സങ്കല്പത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണോ നമ്മുടെ ലക്ഷ്യം, ആഗ്രഹം എന്ന് പറയുന്നത് അതാണല്ലോ ലക്ഷ്യം. എന്താണോ നമ്മുടെ ലക്ഷ്യം, എനിക്ക് അനുരൂപനായിട്ടുള്ള ഭർത്താവിനെ, അല്ലെങ്കിൽ എനിക്ക് അനുരൂപയായിട്ടുള്ള ഭാര്യയെ രൂപം കൊണ്ടും ഗുണം കൊണ്ടും ലഭിക്കണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോ നമ്മളുടെ എല്ലാ ഈശ്വരൻ സങ്കല്പത്തിലും ശിവപാർവതിമാരോളം യോജിച്ച മറ്റൊരു ദമ്പതി ഇല്ല എന്നാണ് അല്ലെ. അപ്പൊ അതേപോലെ അതുപോലെ എനിക്കും വേണം എന്നുള്ളതാണ്. ആ ശിവനും പാർവതിയും എങ്ങനെ ചേർന്നിരിക്കുന്നോ അതേപോലെ ചേർന്നിരിക്കാൻ പറ്റുന്ന ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ എനിക്ക് ലഭിക്കണം എന്ന ആ ഒരു ഇച്ഛാശക്തിയോട് കൂടി ഇത് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനങ്ങനെ വലിയൊരു മന്ത്രം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും സാധിക്കുന്ന സംഗതി തന്നെയാണ് അർദ്ധനാരീശ്വര സങ്കല്പം. അത് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മന്ത്രം ഒരു ദിവസം ഒരു 108 തവണയൊക്കെ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം എപ്പോഴും മന്ത്രോപാസനയൊക്കെ സത്യത്തിൽ ഒരു ഗുരുപദേശത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് കേട്ടിട്ട് ഓടിപ്പോയിട്ട് മന്ത്രം ചൊല്ലാനൊന്നും ആരും നിൽക്കണമെന്നൊന്നുമില്ല. ഇത് തന്നതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗുരുപദേശത്തിൽ മാത്രമേ. കാരണം ഈ മന്ത്രങ്ങളുടെ ഒരക്ഷരമൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ വിപരീത അർത്ഥമാണ് വരിക. അപ്പോൾ വിപരീത മറ്റേ നിർദേവത്വം പോലെ ആയി പോവും.
നിർദേവത്വം, രാവണ സഹോദരൻ അതായത് ദേവന്മാരെ ജയിക്കുവാനുള്ള ശക്തി തരണേ എന്നാണ് തപസ് ചെയ്തപ്പോൾ മുഴുവനും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വരം ചോദിച്ചപ്പോൾ അത് നിദ്രേവത്വമായി, ഉറക്കം മാത്രം തരണേ എന്നായി. അപ്പോ അങ്ങനെ ഒരു ചെറിയൊരു സ്വരവ്യത്യാസത്തിൽ പോലും അർത്ഥവ്യത്യാസം വരുന്നുള്ളത് കൊണ്ട് ഒരു ഗുരുപദേശത്തിലാണെങ്കിൽ, ഇനി ഗുരുപദേശത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, പരബ്രഹ്മം പൊത്തുപോലെ എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്യും. കാരണം ഭഗവാനെ അല്ലെങ്കിൽ ഗുരു ആരാണ് പരബ്രഹ്മം എന്ന് ചോദിച്ചപ്പോൾ വിവരമില്ലാത്ത ഇവനോട് എന്ത് പറഞ്ഞാലും ഇവന് മനസ്സിലാവില്ലല്ലോ എന്ന് ഗുരുവിന് തന്നെ മനസ്സിലായപ്പോൾ ഗുരു പറഞ്ഞു, പിന്നെ അത് പരബ്രഹ്മോ അത് പോത്തുപോലെയാണടാ, നിന്നെ പോലെയാണെന്നാണ് ഉദ്ദേശിച്ചത്. ശിഷ്യനെ വഴക്ക് പറഞ്ഞതാണ്. പക്ഷെ ശിഷ്യൻ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. അപ്പോൾ പോത്തിന്റെ രൂപത്തിൽ അവൻ പരബ്രഹ്മത്തെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഏത് രൂപത്തിലും നമുക്ക് അത് ഗുരുവിന്റെ ഉപദേശം ഉണ്ട് എങ്കിൽ, കാരണം ഗുരു എന്ന് പറയുന്നത് അത്ര പവറുള്ള മനുഷ്യനായിരിക്കും, അല്ലേ? അത്ര ജ്ഞാനസിദ്ധിയുള്ള, അത്ര തപസ്വിയായിട്ടുള്ള ആളാണ് എപ്പോഴും ഗുരു. അപ്പോൾ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രം മന്ത്രം ചൊല്ലുക, അത് അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വളരെ കുഞ്ഞു 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 കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ തടസ്സങ്ങളെ എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. സന്തോഷം. അപ്പോൾ ഈ പറയുന്ന ചൊവ്വാദോഷമുള്ളവർ ഏത് ദേവനെയാണോ ഉപാസിക്കുന്നത് അതിനു വേണ്ടി ഗുരുപദേശം തേടുക. ദീക്ഷ എടുക്കാൻ ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും ഗുരുദീക്ഷയിൽ കൂടെ കടന്നുപോയി ആ കൃത്യതയോടുകൂടിയുള്ളൊരു ഈ പറയുന്ന മന്ത്രോപാസന ചെയ്ത് ആ പറയുന്ന ഭാഗ്യം നേടുക എന്നത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ചൊവ്വാദോഷത്തിനെ പേടിക്കുകയോ അല്ലെങ്കിൽ കാലങ്ങളോളം കാത്തിരിക്കുകയൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ചൊവ്വയെ അങ്ങേയറ്റത്തെ അനുകൂലമാക്കി എടുക്കാൻ. തീർച്ചയായിട്ടും ചൊവ്വയെ ഉറപ്പായിട്ട് അനുകൂലമാക്കി എടുക്കാൻ ഒരുപാട് വഴികൾ നമ്മളിന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം, നന്ദി, നമസ്കാരം.